ഈ ആയുഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ കല്ലറ മോഹൻദാസ്, ശ്രീ ഷാജർ ഡേവിഡ്, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ ശ്രീ അനിത, അതുപോലെ ഈ ജാഥയിലെ അംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ജനുവരി മാസം 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഒരു വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് പലതരം ചികിത്സാ സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. കേരളത്തിൻ്റെ തനതായ ചികിത്സാ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് 2015 ആയുഷ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടാക്കിയത്. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദമുണ്ട്, അതുപോലെ തന്നെ യോഗ ആൻഡ് നാച്ചുറോപ്പതിയുണ്ട്, യുനാനിയുണ്ട്, സിദ്ധമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. അപ്പോൾ ആയുഷ് എന്ന ഓരോ ആൽഫബറ്റിക് ലെറ്ററിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ആയുർവേദം, അതുപോലെ തന്നെ യോഗ ആൻഡ് നാച്ചുറോപ്പതി, അത് കഴിഞ്ഞാൽ യുനാനിയുണ്ട്, സിദ്ധവൈദ്യമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. ഇതിൻ്റെ മരുന്നുകളൊക്കെ വിദേശ നിർമ്മിതമാണെങ്കിലും ആയുർവേദവും പ്രകൃതി ചികിത്സയൊക്കെ കേരളത്തിൻ്റെ തനതായ ചികിത്സാ സമ്പ്രദായങ്ങളാണ്. ഈ 5 ചികിത്സാ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആയുഷ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടാക്കിയത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ആയുഷിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിന് മന്ത്രിയുണ്ട്. നമ്മുടെ രാജ്യത്ത് ആകമാനം ആയുഷ് വ്യാപിപ്പിക്കാൻ ആവശ്യമായ ആലോചനകൾ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് കിനാലൂർ കരിതളത്ത് ഞാൻ MP ആയതിനു ശേഷം കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാലത്ത് 90 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശ്രീ B. കരുണാകരൻ MP ആയിരിക്കുന്ന കാലത്താണ് കിനാലൂർ കരിതളത്ത് ഏക്കർ കണക്കിന് സ്ഥലം ആയുഷിന് വേണ്ടി എടുക്കുകയും അന്ന് കേന്ദ്രമന്ത്രി വന്ന് അതിന് തറക്കല്ലിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഏറ്റവും അവസാനമായിട്ടാണ് 90 കോടി രൂപ അതിന് അനുവദിച്ചത്. ആയുഷിന്റെ പുതിയ മന്ത്രിയെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കണ്ട് അടിയന്തരമായി അതിന്റെ പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതിന് ആരോഗ്യമന്ത്രിമാർ 2 പേരും പങ്കെടുക്കുന്നുണ്ട്. ശ്രീ നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി. അദ്ദേഹം വിളിച്ചുകൂട്ടിയ ആദ്യത്തെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി തന്നെ ഈ വിഷയം ആയുഷിനെ കേരളത്തിൽ പരിപോഷിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, ആയുർവേദം ഇന്ന് ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിനൊരു പ്രഭവ കേന്ദ്രം ഇന്ന് കേരളമാണ്. പക്ഷേ പഴയ കാലത്തൊക്കെ ഓരോ വീട്ടിലും ആയുർവേദത്തിന് ആവശ്യമായ ഔഷധ സസ്യങ്ങൾ പ്രകൃതി തന്നെ വരദാനമായി നൽകിയിട്ടുണ്ട്. ഇന്ന് ആയുർവേദം പോലും ഒരു കൊമേഴ്സ്യൽ ബിസിനസ്സായി മാറിയ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ മറ്റുള്ള കൃഷികൾ നടത്തുന്ന പോലെ തന്നെ ആയുർവേദ ചെടികളും നട്ടു വളർത്തി അതിലൂടെ ആയുർവേദ ചികിത്സ നടത്താറുണ്ട്. ഇപ്പൊ തന്നെ ദശമൂലകങ്ങൾ ചേരുന്നതാണ്. 10 മൂലകങ്ങൾ. ഒരു കുപ്പി അരിഷ്ടം നിർമ്മിക്കണമെങ്കിൽ മിനിമം 500 രൂപയെങ്കിലും വേണം. പക്ഷെ ഒരു കുപ്പി അരിഷ്ടത്തിന് 100 രൂപയുള്ളൂ. ശരിക്കും ആ മൂലകങ്ങളിൽ നിന്നല്ല